ചെന്നൈക്ക് മേൽ വിജയം നേടി ഹൈദരാബാദ്. ബൗളർമാരും മാർക്കറവും നടത്തിയ പ്രകടനമാണ് സൺറൈസേഴ്സിന്റെ വിജയത്തിൽ നിർണായകമായത്. വിജയം തുടരാൻ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഇന്നിറങ്ങുന്നുണ്ട്. RCB ആണ് എതിരാളികൾ. IPL ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IPL ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ആദ്യം ബാറ്റ് ചെയ്ത CSK 5 വിക്കറ്റിന് 165 റൺസ് അടിച്ചപ്പോൾ 11 പന്തും 6 വിക്കറ്റും ബാക്കി നിൽക്കെയാണ് ഹൈദരാബാദിന്റെ വിജയം. ബൗളർമാരുടെ തകർപ്പൻ പ്രകടനവും എയ്ഡൻ മാർക്കറത്തിന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനവുമാണ് ഹൈദരാബാദിനെ സ്വന്തം തട്ടകത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചത്. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സീസണിലെ തുടർച്ചയായ 2ാമത്തെ തോൽവിയാണ് ഇത്. മത്സരത്തിൻ്റെ വിശകലനത്തിന് വേണ്ടി നമ്മോടൊപ്പം BCCIയുടെ മാച്ച് റഫറിയും അതോടൊപ്പം ക്രിക്കറ്റ് നിരീക്ഷകനുമായ ശ്രീ P. രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നലത്തെ മത്സരം നമ്മൾ ഇന്നലെ ധോണിയുടെ ഒരു തകർപ്പൻ പ്രകടനമൊക്കെ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ചെന്നൈക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല. തുടർച്ചയായ 2ാം തോൽവി ചെന്നൈക്ക് നേരിട്ടിരിക്കുകയാണ്. സൺറൈസേഴ്സ് വീണ്ടും ഒരു തകർപ്പൻ പ്രകടനത്തിലൂടെ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ ഉപ്പൽ സ്റ്റേഡിയത്തിൽ 165 റൺസ് എന്നുള്ളത് ഒരു സ്കോറേ അല്ല. വളരെ കുറവായിട്ടാണ് ചെന്നൈയുടെ ബാറ്റർമാരുടെ ഒരു പരാജയം. അതാണ് എടുത്തു പറയേണ്ടത്. തുടക്കത്തിലെ തന്നെ ന്യൂസിലാൻഡിന്റെ യുവതാരമായിട്ടുള്ള രവീന്ദ്രയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. പിന്നീട് ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാഡിന്റെ ആയാലും പിന്നെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് ശിവം ദൂബെ, അദ്ദേഹം തിരിച്ചു ടീമിൽ വന്നിരിക്കുന്നു. കൂടാതെ റഹാനെയുമായിട്ട് ചേർന്ന ഒരു കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് വളരെ മികച്ച രീതിയിൽ പോകുമ്പോഴാണ് ഏറ്റവും നല്ലൊരു തീരുമാനം. പാറ്റ് കമ്മിൻസ് സ്വയം ബോളിങ്ങിന് വരുന്നു. അദ്ദേഹം ആ നിർണായക വിക്കറ്റ്, ശിവൻ ദുബൈയുടെ വിക്കറ്റ് നേടുന്നു. കൂടാതെ റഹാനെ, ഉനാത്കട്ട് എന്നുള്ള സൗരാഷ്ട്ര ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറിന്റെ ആ മികച്ച ബോളിംഗ് പ്രകടനം. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് ചെന്നൈ സൺറൈസേഴ്സിന്റെ ബൗളർമാർക്ക് 165 റൺസിന് തളയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആദ്യമായിട്ട് ആ വിജയത്തിന്റെ എടുത്തു പറയേണ്ടത്. കൂടാതെ ഒരു മികച്ച ക്യാപ്റ്റൻസി നമുക്ക് കാണാൻ സാധിച്ചു. പാറ്റ് കമ്മിൻസ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിൽ ബോളർമാരുടെ പൂർണ്ണ പിന്തുണ സൺറൈസേഴ്സിന് ലഭിക്കുന്നു. തിരിച്ച് സൺറൈസേഴ്സിന്റെ ആ ചേസ് നോക്കിയാൽ അറിയാം. അഭിഷേക് ശർമ്മ ഒരു ഘട്ടത്തിൽ ആദ്യത്തെ 3 ഓവറിൽ തന്നെ മികച്ച രീതിയിൽ 40-ലധികം 45 റൺസ് നേടുന്നു. സിക്സുകളുടെ ഒരു മഴ. കഴിഞ്ഞ മത്സരത്തിലേത് എന്ന പോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ ഉജ്ജ്വല ബാറ്റിംഗ്. അദ്ദേഹം ഔട്ടായതോടുകൂടി വീണ്ടും സൺറൈസേഴ്സിന് റൺ റേറ്റ് ക്രമാതീതമായിട്ട് ചേസ് ചെയ്യേണ്ടത് കുറഞ്ഞു. അനായാസം ഒരു രീതിയിലും ഒരു സമ്മർദ്ദവും ഇല്ലാതെ സൺറൈസേഴ്സ് ആ ലക്ഷ്യം കണ്ടെത്തി എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ ചിട്ടയായിട്ടുള്ള ബോളിംഗ്, മികച്ച ക്യാപ്റ്റൻസി പാറ്റ് കമ്മിൻസിന്റെ, ഓസ്ട്രേലിയൻ നായകന്റെ, കൂടാതെ ബാറ്റിങ്ങിലും അവർ ചേസ് ചെയ്ത രീതി, മാക്രത്തിന്റെ അർദ്ധ സെഞ്ചുറി, കൂടാതെ ഉജ്ജ്വല ഫോമിൽ ബാറ്റ് ചെയ്യുന്ന അഭിഷേക് ശർമ്മയുടെ ഉജ്ജ്വലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തുടക്കം, എല്ലാ രീതിയിലും ചെന്നൈക്കെതിരെ സൺറൈസേഴ്സിന് സ്വന്തം തട്ടകത്തിൽ ഉപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ കണ്ടതാണ്. നിറഞ്ഞു നിൽക്കുന്ന ആ കാണികളുടെ മുന്നിൽ അവർ ഒരു മികച്ച വിജയം കരസ്ഥമാക്കി. ചെന്നൈ 2 പരാജയം. തീർച്ചയായിട്ടും അവര് മടങ്ങി വരും. അടുത്ത മത്സരം ചെപ്പോക്കിലാണ് അവർ കളിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് കരുത്തുള്ള ഒരു ടീം തന്നെയാണ്. അവര് ശക്തരായിട്ട് ധോണിയുടെ പിന്തുണയും കൂടെ ഉള്ളതുകൊണ്ട് അവര് മത്സരത്തിലോട്ട് മടങ്ങി വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലത്തെ മത്സരത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ബൗളർമാരെ കമ്മിൻസ് ഉപയോഗിച്ച രീതി എടുത്തു പറയേണ്ടതാണ്. കാരണം ഭുവനേശ്വർ കുമാർ, അതുപോലെ ഉനത്കട്ടിനെ പോലെയുള്ള ബൗളർമാരെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണല്ലേ? വളരെ വ്യക്തമാണ്. കാരണം എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ ആയിട്ട് അദ്ദേഹം നയിച്ചത് എന്നുള്ളത് സൺറൈസേഴ്സിന് വിജയത്തിലോട്ടുള്ള ആദ്യത്തെ പടിയാണ്. കാരണം ഭുവനേശ്വർ കുമാർ ആയാലും ഉനാത്കട്ട് ആയാലും ഇന്ത്യയുടെ ബോളർമാരെ എല്ലാം തന്നെ സൺറൈസേഴ്സിന്റെ ക്യാപ്റ്റൻ വിനിയോഗിച്ച രീതി, ആ ഒരു നിർണായക ഘട്ടത്തിൽ റഹാനയുടെ വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു. കാരണം റഹാനയും ശിവം ദുബെയും ചേർന്നുള്ള കൂട്ടുകെട്ട് ഒരു പരിധിവരെ നോക്കുകയാണെങ്കിൽ 200 റൺസ് എന്നുള്ള ഒരു ഫിഗറിലോട്ട് ചെന്നൈ അനായാസം എത്തിപ്പെടുമായിരുന്നു. പക്ഷെ അവിടെ ആ 2 വിക്കറ്റ് നേടാൻ സാധിച്ചു. പിന്നീട് വരുന്ന ബാറ്റർമാർക്കെല്ലാം സമ്മർദ്ദമാവുന്നു. അവർക്കൊരു ചെറിയ സ്കോർ 165 എന്നുള്ളത് ഉപ്പൽ സ്റ്റേഡിയത്തിൽ ആ പിച്ചിൽ ഒരു വലിയ സ്കോറേ അല്ല.
അപ്പൊ അതുകൊണ്ട് അവിടെയാണ് ക്യാപ്റ്റന് ഏറ്റവും നല്ലൊരു മാർക്ക് കൊടുക്കേണ്ടതും. കാരണം കോടികൾ മുടക്കി ഏറ്റവും അധികം മുടക്കി മേടിച്ച ഒരു ക്യാപ്റ്റനാണ് പാറ്റ് കമ്മിൻസ് സൺറൈസേഴ്സിന്റെ. അപ്പൊ ക്യാപ്റ്റൻ എടുത്ത തീരുമാനം വളരെ ശരിയാണ്. മികച്ച രീതിയിൽ അദ്ദേഹം നയിച്ചു, ടീം വിജയത്തിലോട്ടും എത്തിച്ചു. ഓക്കെ, അതാണ് ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ IPL സീസണിലെ തുടർച്ചയായ 4ാം ജയം ലക്ഷ്യമിട്ട് രാജസ്ഥാൻ ഇന്ന് ഇറങ്ങുകയാണ്. സ്വന്തം മൈതാനത്ത് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് രാജസ്ഥാൻ്റെ എതിരാളികൾ. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാനായാൽ പോയിന്റ് നിലയിൽ ഒന്നാമതെത്താൻ സഞ്ജുവിൻ്റെ ടീമിന് കഴിയും. അതേസമയം തുടർ തോൽവികളിൽ വലയുകയാണ് ബംഗളൂരു. മികച്ച ഫോമിൽ കളിക്കുന്ന വിരാട് കോഹ്ലിയാണ് ബംഗളൂരുവിൻ്റെ പ്രതീക്ഷ. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ശ്രീരംഗനാഥൻ, ഇന്ന് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ തുടർ വിജയം ലക്ഷ്യമിട്ട് ഇറങ്ങുന്നുണ്ട്. സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ അവരുടെ പ്രധാന താരങ്ങൾ യശസ്വി ജയ്സ്വാളും ബട്ട്ലറും അടക്കമുള്ള താരങ്ങൾ മികച്ച ഫോമിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. എന്നിരുന്നാലും രാജസ്ഥാൻ ടീം മികച്ച ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. ഇന്നത്തെ രാജസ്ഥാൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? നല്ല മത്സരം, അതാണ് വീണ്ടും എടുത്തു പറയേണ്ടത്. RCB ഒരു തിരിച്ചുവരവിൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളുടെ ഒരു കഥ മാത്രമേ നമുക്ക് പറയാൻ കാണുകയുള്ളൂ. അവരുടെ ബോളിംഗ് പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. മികച്ച രീതിയിൽ സിറാജ് ആയാലും മറ്റുള്ള ബോളേഴ്സ് എല്ലാം തന്നെ, ദയാലായാലും എല്ലാവരും നല്ല രീതിയിൽ പന്തെറിയേണ്ടിയിരിക്കുന്നു. സ്പിന്നേഴ്സ് വളരെ ഓർഡിനറി സ്പിന്നേഴ്സ് ആണ് ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സിന്റെ. ആ സ്പിന്നേഴ്സ് അവരുടെ പെർഫോമൻസ് മികവ് മാക്സ്വെൽ ഉൾപ്പെടെയുള്ളവർ പുറത്തെടുത്ത് രാജസ്ഥാൻ എങ്ങനെയല്ല, അവരുടെ കമ്പൈൻഡ് എഫേർട്ടാണ്. റിയാൻ പരാഗിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് കഴിഞ്ഞ മത്സരത്തിൽ അവരെ വിജയത്തിലോട്ട് എത്തിച്ചത്. ഇപ്പൊ ബട്ട്ലറും സഞ്ജു സാംസണും ഒന്നും പെർഫോം ചെയ്തില്ലെങ്കിലും റിയാൻ പരാഗിനെ പോലെയുള്ള യുവതാരങ്ങൾ അവരെ വിജയത്തിലോട്ട് എത്തിക്കുന്നു. പിന്നെ ബോളിംഗ്, ഏറ്റവും മികച്ച ഒരു ബോളിംഗ് അറ്റാക്കാണ് രാജസ്ഥാന്റെ. ആ ബോളിംഗ് ട്രെന്റ് ബോൾട്ടിന്റെ ആ തുടക്കത്തിലെ 4 ഓവർ ഇന്നും നമുക്ക് എങ്ങനെയാണ് ട്രെന്റ് ബോൾട്ട് വേഴ്സസ് വിരാട് കോഹ്ലി, അവിടെയാണ് കളിയുടെ ഒരു ഗതി തന്നെ മാറുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അത് സർവേ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റോയൽ ചാലഞ്ചേഴ്സിന് ഒരു തിരിച്ചുവരവിന്റെ പാതയിലോട്ട് പോകാൻ സാധിക്കും. ക്യാപ്റ്റനായിട്ടുള്ള ഡുപ്ലസി ആയാലും വിരാട് കോഹ്ലി ആയാലും ഇവരുടെ എല്ലാം പെർഫോമൻസ് ഏറെ നിർണായകമാണ്. ഒരു വലിയ സ്കോർ പടുത്തുയർത്തണം. കൂടാതെ ഏറ്റവും നിർണായകമാകുന്ന റോയൽ ചാലഞ്ചേഴ്സിന്റെ ബോളർമാരുടെ ആ ഒരു കുറവാണ്. അത് പരിഹരിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സഞ്ജു വി സാംസന്റെ ഒരു പ്രകടനം എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. കേരളത്തിൽ നിന്നുള്ളതായതുകൊണ്ട് കേരളക്കാർക്ക് കൂടുതൽ ആകാംക്ഷ കാണും. അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഈ മത്സരത്തിൽ നിർണായകമാണ്. ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും ലോകകപ്പ് പോലെയുള്ള ഒരു മത്സരം വരുന്നു. അതിനൊക്കെ സാധ്യത തുറക്കുന്ന ഒരു വേദിയായിട്ടാണ് ഈ IPL മാറുന്നത്. അപ്പൊ ഇതെല്ലാം വളരെ നിർണായകമാണ്. എന്തായാലും ഇരു ടീമുകളും ഒരു ശക്തിയൊച്ച ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാറ്റിങ്ങിൽ ഏറെ മുന്നിലാണ്, പക്ഷെ ബോളിങ്ങിന്റെ കാര്യത്തിൽ ഏറെ പിന്നിലാണ്. പക്ഷെ രാജസ്ഥാൻ എങ്ങനെയല്ല, ബാറ്റിങ്ങിലും ബോളിങ്ങിലും അവർ വളരെ ഒരു ടീം എന്നുള്ള രീതിയിൽ ഒരു കമ്പൈൻഡ് ടീമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീരംഗനാഥൻ. ഇന്നത്തെ ആ മത്സരം ഒരു മികച്ച മത്സരം തന്നെ കാണാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് RCBയും രാജസ്ഥാനും തമ്മിലുള്ള മത്സരം മികച്ചൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഇന്നത്തെ മത്സരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, രാജസ്ഥാൻ റോയൽസ് അവരുടെ ഒരു പ്രത്യേക ജേഴ്സിയിലാണ്, അതായത് പിങ്ക് പ്രോമിസ് എന്ന് അവർ പേരിട്ടിരിക്കുന്ന ഒരു പ്രത്യേക ജേഴ്സിയിലാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസ് കളിക്കാൻ ഇറങ്ങുന്നത്. അതായത് ഇന്നത്തെ മത്സരത്തിൻ്റെ ഓരോ ടീമിൻ്റെ സ്കോറിനനുസരിച്ചിട്ട് അവർ പ്രത്യേകതരം വനിതകൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ രാവിലെ 8:15 വീണ്ടും കാണാം. ഇന്നത്തെ IPL ആവേശത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്തേ.